ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഈസി ആയിട്ട് ഒരു മുട്ട റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുകയെന്ന് നോക്കാം. ഇത് വളരെ എളുപ്പമാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ആദ്യം നമുക്ക് മുട്ട വേവിക്കാനായിട്ട് വെക്കാം. ഇതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് തക്കാളി, സവാള, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പട്ട, ഗ്രാമ്പു. ചട്ടി നന്നായി ചൂടായതിനു ശേഷം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ പട്ടയും ഗ്രാമ്പും ഇട്ട് കൊടുക്കാം. പട്ടയും ഗ്രാമ്പും ഒന്ന് മൂക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് പെരിഞ്ജീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെയും പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഉള്ളി നന്നായി വഴണ്ടി വരുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഉള്ളി ഇതുപോലെ നന്നായി വഴണ്ട് വന്നിരിക്കണം. ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി നന്നായി വെന്ത് ഉടഞ്ഞു വരുന്ന പരുവം ആകുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കണം. നന്നായി വഴണ്ട് വന്നിട്ടുണ്ട് തക്കാളിയും ഉള്ളിയെല്ലാം. നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, എരിവിനനുസരിച്ചിട്ട് കുറച്ചിട്ടാൽ മതി. 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറി നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മുട്ട ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട അതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം മുട്ട ഇട്ടതിന് ശേഷം ഗ്രേവി എല്ലാം അതിന് മേലേക്ക് ഒന്ന് ഇതുപോലെ ആക്കി കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മുട്ട റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഇത് അടച്ചു വെക്കാം. വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.